മറ്റ് രാഷ്ട്രീയ പാർട്ടികളെ സംബന്ധിച്ചിടത്തോളം ബി ജെ പിയുടെ ഈ ഇടിച്ചുകയറ്റം എന്ന് പറയുന്നത് ഒരു വെല്ലുവിളി തന്നെയായിരിക്കും. തെരഞ്ഞെടുപ്പിൻ്റെ അജണ്ട പോലും നിശ്ചയിക്കുന്ന ബി ജെ പി ആയിട്ട് മാറുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോകും. സത്യത്തിൽ കേരളത്തിൻ്റെ ഒരു ഭൂപ്രകൃതി, രാഷ്ട്രീയ ഭൂപ്രകൃതി ബി ജെ പി മാറ്റിക്കഴിഞ്ഞു. കേരളത്തിന് പൊതുവെ ഉണ്ടായിരുന്ന കേരളത്തിൻ്റെ പൊതുമണ്ഡലം, പബ്ലിക് സ്ഫിയർ എന്ന് നമ്മൾ പറയുന്ന ഒരു സംഭവത്തിൽ ഒരു മതേതര രാഷ്ട്രീയ സ്വഭാവമുള്ള ചിന്താ പദ്ധതികളും ചിന്തകളും പ്രവർത്തനങ്ങളും ഉണ്ടായിരുന്നു. അതുമുഴുവൻ ആദ്യം ഇടിച്ചു പൊളിക്കാനായിട്ട് ബി ജെ പി കഴിഞ്ഞു. അങ്ങനെ കേരള സമൂഹം എന്ന് പറയുന്നത് ഇന്ന് വളരെ തീവ്രമായ മതബോധനത്തിലും അതേപോലെ തന്നെ വർഗീയതയിലും വീണുപോയ ഒരു സമൂഹമായി മാറിക്കഴിഞ്ഞിരിക്കുക. ആളുകളിങ്ങനെ ഓരോരുത്തരും നോക്കുന്ന സമയത്ത് തന്നെ ഇവനേത് ജാതി എന്ന് മനസ്സിൻ്റെ ഉള്ളിൽ ചിന്തിക്കുന്ന തരത്തിലേക്ക് ജാതി പ്രധാനപ്പെട്ട ഒരു ഐറ്റമായിട്ട് മാറിക്കഴിഞ്ഞിരുന്നു. അത് മാറ്റിയെടുക്കുന്നതിൽ ബി ജെ പി വിജയിച്ചു കഴിഞ്ഞു എന്നുള്ളതാണ്. ബി ജെ പി മാത്രമല്ല, അല്ലെങ്കിൽ ആർ എസ് എസ് മാത്രമല്ല ചെയ്തുകൊണ്ടിരിക്കും. അപ്പുറത്ത് ഇതിൻ്റെ കൗണ്ടർ പാർട്സ് എന്ന് നമുക്ക് പറയാവുന്ന മുസ്ലിം സംഘടനകൾ, SDP, ജമാഅത്തെ ഇസ്ലാമി, പോപ്പുലർ ഫ്രണ്ട്, അവരൊക്കെ വളരെ ശക്തമായിട്ട് ഈ കാര്യങ്ങൾ അവരുടേതായിട്ടുള്ള രീതിയിൽ ചെയ്യുന്നുണ്ട്. ഇവരുടേതായിട്ടുള്ള രീതിയിൽ വിശ്വ ഹിന്ദു പരിഷത്ത്, ബജറംഗ് ദൾ, അത് അത്ര കാര്യമായി കേരളത്തിലില്ലെങ്കിലും അതിൻ്റെ ചില കാര്യങ്ങൾ എന്ന നിലയ്ക്ക് RSS, ഇവരെല്ലാവരും അവരുടെ കാര്യങ്ങൾ കൃത്യമായിട്ട് അങ്ങനെ നിരന്തരം പറഞ്ഞ് പ്രവർത്തിച്ച് ഒച്ച വെച്ച് മുദ്രാവാക്യം വിളിച്ച് പലതരം സംഘടനകളൊക്കെ നിർമ്മിച്ച് ഇപ്പോൾ കേരളം എന്ന് പറയുന്നത് ജാതി കേരളമായിട്ട് മാറി എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ ജാതി കേരളത്തിൽ എങ്ങനെ ഒരു ഇടതുപക്ഷ രാഷ്ട്രീയത്തിന് വഴി കണ്ടെത്താൻ പറ്റും എന്ന് മനസ്സിലാക്കാൻ പറ്റാതെ പരിഭ്രമിച്ച് തടഞ്ഞ് നടക്കുന്ന ഒരു CPM-ഉം അതേപോലെ തന്നെ CPI-യും, CPM-നെ എതിർത്തുകൊണ്ട് മാത്രം നിൽക്കുന്ന CPI, അല്ലാണ്ട് അവരുടെ പ്രത്യേക രാഷ്ട്രീയമൊന്നും അവർക്ക്